MGയുടെ തിരക്കഥയിൽ ഹരിഹരൻ 1989 അണിയിച്ചൊരുക്കിയിട്ടുള്ള ചലച്ചിത്രാവിഷ്കാരമായിരുന്നു മമ്മൂക്ക നായകനായിട്ടെത്തിയ ഒരു വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ. മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു വിജയം ചിത്രം സ്വന്തമാക്കുകയുണ്ടായത്. ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ റീ റിലീസിനും തരംഗമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ദിവസങ്ങളിൽ ഒരു വലിയൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോഴത്തെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഡേ ബൈ ഡേ ഉയർന്ന ഒരു കാഴ്ചയെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ സുരേഷ് ഗോപി, ബാലങ്കെ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. റീ റിലീസിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം മോഹൻലാലിന്റെ പരാജയപ്പെട്ട ചിത്രമായിട്ടുള്ള ദേവാസുരം എന്ന് പറയുന്ന സിനിമയായിരുന്നു. എന്തൊക്കെയാണ് 4 കോടിക്ക് മുകളിലായിരുന്നു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റീ റിലീസ് ചെയ്തപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ടത്. എന്നാൽ വടക്കം വീരഗാഥയ്ക്ക് ഇപ്പോൾ റീ റിലീസ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ വൈസിൽ തന്നെ നല്ലൊരു ഫണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വലിയൊരു കളക്ഷൻ ചിത്രത്തിന് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ബുക്കിങ്ങും അതോടൊപ്പം തിയേറ്ററും കൂടുന്നുണ്ട്. നിലവിൽ ഇതുവരെ ചിത്രം ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയെന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഈ ഒരു കളക്ഷൻ ജെന്യൂൻ അല്ലെന്നും ചിലർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ റീ റിലീസുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ പോകുന്ന ചിത്രമായിട്ട് ഒരു വടക്കം വീരഗാഥ മാറുമെന്ന് ഉറപ്പിക്കാം. കാരണം ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്നുണ്ട്, തിയേറ്ററുകളും ചാർട്ട് ചെയ്ത് കൂടുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം വടക്കം വീരഗാഥയുടെ ഫൈനൽ കളക്ഷന് വേണ്ടി. അപ്പം ഒരു വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ സിനിമയുടെ 4K വെർഷൻ റിലീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.